ഇന്ന് പുട്ട് വെച്ചിട്ട് ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് രാവിലെ ഉണ്ടാക്കി വെച്ച പുട്ടാണ് കേട്ടോ അത്. ഈ പുട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ. കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം. പുട്ടൊക്കെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. നല്ല അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഞാനൊരു ചെറിയ കഷ്ണം ഉള്ളി, വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ചെറിയൊരു ക്യാരറ്റ് വേണമെന്നൊന്നുമില്ല, നിർബന്ധമില്ല, 2 വറ്റൽമുളക്, കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അതിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കത്തിക്കാം. ചൂടാവട്ടെ, എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സ്റ്റീൽ ചട്ടി ആയതുകൊണ്ട് തീ കുറച്ച് വെക്കണം. ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂണ്, 2-2.5 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ചൂടാവട്ടെ. എണ്ണ ചൂടായി. കടുക് ഇട്ട് കൊടുക്കാം. കടുക് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, ഉപ്പുമാവായതുകൊണ്ട്. തീ കുറച്ച് വെക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. കുറച്ച് ക്യാരറ്റ് കയ്യിലുള്ളത് കൊണ്ട് ഇട്ടതാട്ടോ, നല്ലതാണ്. ഇല്ലെങ്കിൽ ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കടുകും കറിവേപ്പിലയും തേങ്ങയും മാത്രം വഴറ്റിയിട്ട് പുട്ടിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വഴറ്റി കൊടുക്കുക. തീ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. ഇതിലേക്ക് ഒരു പിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പുട്ടിലിടണോണ്ട് കുറച്ച് ശകലം ഇത് വഴറ്റുന്നതിലേക്ക് മാത്രം മതി. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ കുറച്ച് പുട്ടിലുണ്ടാവും. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും മതി. തേങ്ങ ഒന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് പൊടിച്ച പുട്ടിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക. ഒന്ന് ആവി കയറാൻ മാത്രം.
ഇതിൽ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരൊറ്റ മിനിറ്റ് ഒന്ന് ആവി കയറാൻ മാത്രം ഒന്ന് അടച്ച് വെക്കാം. തീ സിമ്മിലാണ് ഇട്ടത്. ആവിയൊക്കെ കയറി ഇത്രയും മതി. ഇതിലൊരു പിച്ച് നെയ്യ് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് ഒന്ന് പിടിക്കട്ടെ. ഇത്രയും മതി, പെട്ടെന്ന് എടുത്താൽ മതി. ഇനി തീ ഓഫാക്കി കൊടുക്കാം. ഇത്രയും മതി, തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ പുട്ടുപ്പുമാവ് റെഡിയായി. ഉപ്പൊക്കെ പാകമാണ് നോക്കിയപ്പോൾ. ഉപ്പ് പാകമല്ലെങ്കിൽ കുറച്ച് പൊടിയിപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പുട്ട് റെഡിയായി. താങ്ക് യു. ഇനി ഇതിലേക്ക് ഞാൻ 2 പപ്പടം ഇതാക്കട്ടെ കേട്ടോ.